ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ജോബ് വാക്കൻസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PSC പുതിയ തസ്തികയിലേക്കുള്ള വിജ്ഞാപനത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ മുഴുവനായി കാണുക. ഇതുപോലുള്ള ജോബ് വാക്കൻസി ഐഡിയകൾ ഉടനടി നിങ്ങളിലേക്ക് എത്താനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. PSC 31/12/2024 പ്രസിദ്ധീകരിച്ചിട്ടുള്ള അവരുടെ ഗസറ്റിലാണ് ഈ പോസ്റ്റിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. 29/1/2025 അതായത് ജനുവരി 2025 29-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലാണ് പോസ്റ്റ് വരുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിയാണ്. 23,900 രൂപ മുതൽ 63,700 രൂപ വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. വേക്കൻസിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്, അതായത് കൃത്യമായ വേക്കൻസി പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ പോലും 14 ജില്ലകളിലും വേക്കൻസി വരുന്നുണ്ട്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണുള്ളത്. 19 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും. SC ST OBC കാൻഡിഡേറ്റ്സിന് അവരുടേതായിട്ടുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. +2 അല്ലെങ്കിൽ തത്തുല്യമായ കോഴ്സ് പാസ്സാവുക എന്നുള്ളതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത്. കൂടാതെ മറ്റുള്ള പോസ്റ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ കൂടി പരിഗണിക്കുന്നുണ്ട്. 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമാണ് ഈ പോസ്റ്റിന് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതുപോലെ ഐസൈറ്റൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിക്കൽ ഓഫീസറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെയും മറ്റും ഫോമും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഫിസിക്കൽ മറ്റുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ നല്ലൊരു ജോലി തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്, മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തമായിട്ട്. എക്സാം വരുന്നത് പ്രിലിമിനറി എക്സാമിനെ കുറിച്ചൊന്നും പറയുന്നില്ല. +2 ലെവൽ ആയതുകൊണ്ട്, യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഒരു എക്സാം, അതിനുശേഷം എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടാവും, അതിനുശേഷം ഫിസിക്കൽ ടെസ്റ്റ്, ഇങ്ങനെയാണ് അതിൻ്റെ വരുന്നത്. എൻഡ്യൂറൻസ് ടെസ്റ്റിൽ 13 മിനിറ്റ് കൊണ്ട് 2.5 കിലോമീറ്റർ ഓടുക എന്നുള്ളതാണ് വരുന്നത്. അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ടെസ്റ്റ് പാസ്സാവാൻ വേണ്ടി പറ്റും. അതിനുശേഷം വരുന്നത് ഫിസിക്കൽ ടെസ്റ്റാണ്. ഫിസിക്കൽ ടെസ്റ്റിൽ 8 ഇവൻസാണ് ഉണ്ടാകുന്നത്. അതിൽ 5 ഇവൻസ് പാസ്സായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പാസ്സാവാൻ വേണ്ടി പറ്റും. 100 മീറ്റർ റേസ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോട്ട് പുട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിംഗ്, പുള്ളപ്പ്, 1500 മീറ്റർ ഓട്ടം തുടങ്ങിയവയാണ് ആ 8 ഇവൻസ് ഉള്ളത്. ഇതിൽ ഏതെങ്കിലും 5 ഇവൻസ് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ വേണ്ടി പറ്റും. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അതിനകത്ത് നിങ്ങൾ 1 ടൈം രജിസ്ട്രേഷൻ വഴിയാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്നത്. 1 ടൈം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണമെന്നില്ല. നമുക്ക് മൊബൈൽ വഴിയാണെങ്കിലും ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്.